ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മുടെ എഗ് ഡയറ്റിൻ്റെ 4ാമത്തെ ദിവസമായി. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വെയിറ്റ് നോക്കി ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു 2 ആഴ്ച മുമ്പ് നമ്മൾ കണ്ട ഒരു വെയിറ്റിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മുഖം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണാവും അത്യാവശ്യം കുറഞ്ഞിട്ടാണ് ഞാൻ ഈ നിൽക്കുന്നതെന്ന്. അപ്പോൾ എഗ് ഡയറ്റ് കൊണ്ട് നല്ല മാറ്റം എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു എഗ് ഡയറ്റ് പോലെ നിങ്ങൾ ചെയ്യാൻ നിൽക്കേണ്ട, ഒന്നും കൂടിയൊക്കെ പിന്നെ മുട്ട കഴിക്കാം കേട്ടോ. ഞാൻ 2 മുട്ടയാണ് ഇപ്പോൾ കഴിച്ചത്, കാരണം വെയിറ്റ് തീരെ കുറയാത്തതുകൊണ്ട് കൂടുതൽ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ട് 2 മുട്ടയാണ് കഴിക്കണത്. മാക്സിമം 4 എണ്ണമൊക്കെ കഴിക്കാമെന്നാണ് ഞാനതിൽ കണ്ടത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നല്ലോണം വെജിറ്റബിൾസും ഫ്രൂട്ട്സും, പിന്നെ രാത്രിയൊക്കെ നമുക്ക് ഓട്സൊക്കെ കുറച്ചൊക്കെ കഴിക്കാം. അപ്പോൾ ഓട്സൊന്നും ഞാൻ പിന്നെ കഴിക്കാതിരിക്കണം, നല്ല രീതിയിൽ ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട് കേട്ടോ. 2-3 പ്രാവശ്യമായിട്ടൊക്കെ നല്ലോണം ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്. അപ്പം പിന്നെ വെള്ളം നല്ലോണം കുടിക്കുന്നുണ്ട്. അപ്പോൾ മഴ ആകുമ്പോൾ നമുക്ക് പൊതുവേ വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര മടിയാകും. എനിക്ക് ദാഹിക്കണേ ഉണ്ടാവില്ലല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം നമ്മൾ കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ച് നമ്മൾ നോക്കി തന്നെ കുടിച്ചണം. അപ്പോൾ ഇന്നത്തെ വെയിറ്റ് ഞാൻ നോക്കിയിട്ടുണ്ട്, ഇതാ ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ഒന്ന് കണ്ടിട്ട് വായോ. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ വെയിറ്റ് 89.8 ഇന്നത്തെ വീഡിയോയുടെ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീമി തോമസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ 89.8 ആക്കണം എന്നുള്ളത്. സെയിം വെയിറ്റ് ഞാൻ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സന്തോഷം ഇന്ന് എനിക്കുള്ളത്, നമ്മൾ കുറേ എന്താ പറയുക, എഗ് ഡയറ്റ് ചെയ്തതുകൊണ്ട് ഒരു 2-3 ദിവസം കൊണ്ട് നല്ല മാറ്റം തന്നെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെയിറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് നേരിട്ട് തന്നെ പറയാം അല്ലേ. എങ്ങനെയുണ്ട്? അപ്പം ഈ ഒരു വെയിറ്റ് ഇപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ കണ്ടത് കേട്ടോ. വല്ലാത്തൊരു ഡയറ്റ് തന്നെയാണ്. അപ്പോൾ പിന്നെ എന്താ ഇപ്പോൾ പറയുക, വീണ്ടും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇനിയുണ്ട് നമ്മുടെ മുന്നിൽ. ഇന്നിപ്പോൾ കുറച്ച് ദിവസം ഇപ്പോൾ നമുക്ക് ഏതായാലും ഈ മാസം അല്ലേ, ഒരു മാസം ഇങ്ങനെ അങ്ങോട്ട് പോക്കാം എന്നാണ് വിചാരിക്കുന്നത്. ഇതുവരെ നമ്മളെല്ലാ ഫുഡും ചോറും പിന്നെ ചോറ് കഴിച്ചിട്ടില്ലെങ്കിലും ചപ്പാത്തി ദോശ ഒക്കെ കഴിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഡയറ്റ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത്രയും ദിവസം നോക്കുകയാണെങ്കിൽ 100 ദിവസത്തിൽ ഇപ്പോൾ 90 ദിവസം കഴിഞ്ഞു. ഇത്രയും ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ കുറഞ്ഞിട്ടുള്ളത് 7-8 കിലോന് മാത്രമാണ്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഇനിയും ദിവസങ്ങൾ കിടക്കല്ലേ. നമുക്കങ്ങനെ ഏതായാലും നമ്മൾ 80 ആവുന്നത് വരെ ഈ ഒരു ഡയറ്റിൻ്റെ ഇതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും. കുറേ ഒരുപാട് ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്, ഇത് കഴിഞ്ഞ് ഈ മാസം കഴിഞ്ഞാൽ നിർത്തുമെന്നൊക്കെ. നിർത്തുക വെച്ചാൽ ജസ്റ്റ് ഒന്ന് 2 ദിവസം നമ്മളായിട്ടുള്ള റിലാക്സിൽ നടക്കണം. അത് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം 80 ആവണ വരെ അങ്ങനെ പോകണം. അപ്പം അടുത്ത മാസം ഇനി ഒരു 30 ദിവസമൊക്കെ ആക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു 21 ഡേയ്സിനൊക്കെ ആക്കുമ്പോൾ നമുക്കൊരു പിന്നെ എന്താ പറയുക, അതുകൊണ്ട് ഇത് 100 ദിവസം എന്തായാലും ഇനി ഒരു ഡയറ്റ് 100 ദിവസം എന്നുള്ള ഡയറ്റ് ഇല്ല. കാരണം നല്ല രീതിയിൽ മടുപ്പ് വരികയാണ്, നല്ല രീതിയിൽ നമുക്ക് ചീറ്റിങ് വരികയാണ്. നമ്മളല്ല ഞാനിട്ട് എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, നല്ല രീതിയിൽ ചീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ അത് ഇല്ലാതെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ദിവസം 21 ദിവസമൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുക, പിന്നെ ഒരു 2 ദിവസം കഴിക്കുക, പിന്നെ അങ്ങനെയൊക്കെ ചെയ്യാനാണ് ഇനി എൻ്റെ പ്ലാൻ. എന്തായാലും നമ്മൾ 80 കണ്ടിട്ടേ നിൽക്കുള്ളൂ. അപ്പം അങ്ങനെ എൻ്റെ രീതിയിൽ വെയിറ്റ് കുറക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മളെ കൂടെ കൂടിക്കോളും. ഉണ്ട് എൻ്റെ പോലെ തന്നെ വെയിറ്റ് ലോസിന് നിൽക്കുന്നവരുണ്ടെന്ന് എനിക്കറിയാം. കാരണം നമ്മളെ ചാനലിലെ കമലിലൊക്കെ കാണുന്നത് എൻ്റെ രീതിയിലുള്ള ഒരു ഡയറ്റ് പിന്നെ ചെയ്യണ പോലാണ്. അപ്പോൾ നമുക്കിപ്പം വലിയ സ്ട്രിക്റ്റിലൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മളതായിട്ടുള്ള രീതിയിൽ ചെയ്യാം. എന്നാലും നമ്മൾ പിന്നെ എന്താ പറയുക, ജനുവരി മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ എത്ര കിലോ കുറഞ്ഞാൽ 20 കിലോൻ്റെ അടുത്തായി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ നല്ല വിജയിച്ച് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മൾ വീണ്ടും 89.8 കണ്ടിട്ടുണ്ട്. നാളെ നമ്മൾ 5 ആവാൻ ശ്രമിക്കാം. അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെ കഴിച്ചു, എന്തൊക്കെയാണ് ഇന്നത്തെ കലാപരിപാടികൾ എന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുറത്ത് നല്ല
അടിപൊളി മഴയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കിച്ചണിലേക്ക് പോയി വെള്ളം കുടിക്കുകയാണ്. ഈ മഴയാവുമ്പോൾ നമ്മൾ ചെയ്യാത്തൊരു സംഭവമാണ് ഈ വെള്ളം കുടിക്കുക അറിയണം. അപ്പോൾ വെള്ളം കൂടി ഞാനൊരു ടാസ്ക്കായിട്ട് ഇങ്ങോട്ട് ഏറ്റെടുത്തിട്ട് രാവിലെ തന്നെ അത് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് വേഗത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു നീർദോശ അല്ലേ, നീർദോശ എന്നും പറയും. പിന്നെ ഇവിടെ ഞങ്ങളുടെ കലക്കിപ്പാർ ദോശ എന്ന് പറയും, ആ ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഇതുമോനും എൻ്റെ കെട്ടിയവനൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഇതങ്ങനെ ചുട്ട് അഡ്ജസ്റ്റ് ചെയ്യണതുണ്ട്. ഇന്നലെ ഞാൻ പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എളുപ്പപ്പണിയായിട്ട് വേഗം ഉണ്ടാക്കിയിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ കിച്ചണിക്കാണ്ട് വരാനൊരു മടിയാണ്. അപ്പോൾ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മുട്ട പുഴുങ്ങിയിട്ട് നല്ല തേങ്ങാപ്പാലൊക്കെ പറഞ്ഞത് മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഒക്കെ സെറ്റായപ്പോഴേക്കിന് ഇതുമ്മ വന്നു ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് മുട്ട പുഴുങ്ങിയിട്ടാണ്, പൊരിച്ചതല്ല. ഇന്നൊരു 5-6 മുട്ട ഞാൻ പുഴുങ്ങിയിട്ടുണ്ട്. മോള് ചിലപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐറൂസിന് നല്ല പനിയുണ്ട്, ഇന്നലെ രാത്രിയൊക്കെ നല്ല പനിയുണ്ട്. അപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ട് രാവിലെ ചിലപ്പോൾ ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ചെടുത്തിട്ട് അതിൽ നിന്ന് 2-3 എടുത്തിട്ട് മുട്ടക്കറി ഉണ്ടാക്കി എൻ്റെ കെട്ടിയവനും പിന്നെ ഇതുമോനും വേണ്ടിയിട്ട്. ഞാൻ പിന്നെ കറി കുറച്ചെടുത്തിട്ട് ഇതുമൂലൊപ്പം തന്നെ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അവൾ കഴിക്കാൻ വേണ്ടി വെച്ച് പിന്നെ വേഗം ഞാനും കഴിച്ചു. അപ്പോൾ ഞാൻ 1.5 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടോ, ഈ ഒരു ബുക്കിൽ കളറും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എൻ്റെ ഇതുമൂൻ്റെ പരിപാടിയാണ് കേട്ടോ. ഞാൻ പുറത്ത് പോയപ്പോൾ ഒരു കളേഴ്സ് ഇങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പരിപാടി. കളറോട് അങ്ങോട്ട് കുത്തി വരക്കുന്ന ഒരു തരം ഭ്രാന്താണ് ഇപ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മുട്ടൻ്റെ പകുതി. അപ്പോൾ അതാണ് ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നല്ലൊരു കോഫിയാണ് രാവിലെ ഞാൻ ഉണ്ടാക്കി കുടിച്ചിട്ടുള്ളത്. ഇച്ചിരി മധുരം ഇട്ടിട്ടുള്ള ഒരു കോഫിയാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ കുടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം എഗ്ഡേറ്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ രാവിലെ ഉച്ചക്കും വൈകുന്നേരമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ച ശേഷം പിന്നെ ഞാൻ വേഗം ക്ലീനിങ് പരിപാടികളിലേക്ക് നിന്നു. പാത്രം കഴുകുക, അടിച്ചു വാരുക, തുടക്കുക, ബെഡ്ഷീറ്റൊക്കെ തട്ടിക്കിട്ടുക. നമ്മുടെ എല്ലാ വീട്ടമ്മമാർക്കും ഉള്ളതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലീനിങ് സെക്ഷനിലേക്കായിരിക്കില്ലേ കിടക്കുക. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. രാവിലെ മുറ്റം തൂക്കുക, പിന്നെ മുൻഭാഗമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കും. പിന്നെ അതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷമാണ് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടി കൊട്ടി വിരിച്ച് വെക്കുക. പിന്നെ സോഫൻ്റെ ഭാഗങ്ങളൊക്കെ നന്നാക്കി വെക്കുക, മേശയൊക്കെ തുടച്ച് വെച്ച് പിന്നെ മൊത്തത്തിലൊന്ന് ഒന്ന് അടിച്ചു വാരി തുടക്കുക എന്നുള്ള പരിപാടിയൊക്കെ കേട്ടോ. പിന്നെ നമ്മുടെ അലക്ക പരിപാടിയൊക്കെ അവിടെ വേറെ നടക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് സ്ഥിരം എന്നും ചെയ്യാറുള്ള പരിപാടികളൊക്കെ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ സ്റ്റിച്ചിങ്ങിനൊന്നും കയറിയിട്ടില്ല. ഇന്നലെ എല്ലാ സ്റ്റിച്ചിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഇന്നലെ തന്നെ തീർത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിലേക്ക് ഇടാനുള്ള സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ കുറച്ച് റിലാക്സിലാണ് ഇന്നത്തെ എൻ്റെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. കാരണം വേറെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആക്കുമ്പോഴൊക്കെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഒന്ന് മോളിന് ഞാൻ മെസ്സേജ് എങ്ങനെ ചെയ്യുന്നുണ്ട്, വരുന്നുണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ ചെയ്യുന്നുണ്ട്. റിപ്ലൈ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഐറൂസ് പനി ആയതുകൊണ്ടും ശീലക്കേടും കരച്ചിലും പിടിച്ചിലൊക്കെ ആയിരിക്കും വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ അധികം അങ്ങനെ വിളിക്കാനൊന്നും പോയില്ല കേട്ടോ. മെസ്സേജ് ഇങ്ങനെ അയക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് നമുക്ക് എൻ്റെ ഹസ്ബൻഡ് നിന്ന് ഫുഡിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന മീനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നാക്കാനും വൃത്തിയാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഒരു ചായ കുടിച്ചു, വീണ്ടും ഒരു ചായ കുടിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഫുഡ് കഴിക്കുകയാണ് ഇപ്പോൾ ഞാൻ. അപ്പോൾ കുറച്ച് ബദാമും ചായ നല്ല അടിപൊളിയായിട്ട് തിളക്കുന്നുണ്ട്. ചായ ഉണ്ടാക്കിയപ്പോൾ ഞാൻ മധുരം ഇട്ടിട്ടില്ല കേട്ടോ, തീരെ മധുരം ഇട്ടിട്ടില്ല. ജസ്റ്റ് ഒന്ന് പാൽ ചായ അങ്ങനെ ഉണ്ടാക്കി. അപ്പം ഞാൻ രാവിലെ മധുരം ഇട്ട് കോഫി കുടിച്ചതുകൊണ്ട് ഇന്ന് ഈ ഒരു സമയം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മീനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ചായക്കൊരു കൊതി. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ബദാമും എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ ആ ഒരു 12 മണിക്കത്തെ ഒരു സ്നാക്സായിട്ട് ഞാൻ കുടിച്ചത്. നമ്മൾ മീനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കഷ്ണമീൻ പോലത്തെ മീനാണ് കേട്ടോ. അതിൻ്റെ തലയും വാലൊക്കെ ഉണ്ട്. മുളകിട്ട് വെക്കണം. പിന്നെ ബാക്കി നല്ല പീസുകളൊക്കെ പൊരിച്ചും വെക്കാമെന്നൊക്കെ കരുതി അങ്ങനെ കട്ട് ചെയ്ത് മുളകിടാനുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് എന്നിട്ട് നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ച് ഞാൻ അതിങ്ങനെ മീൻ കറിയൊക്കെ ഉണ്ടാക്കി മീനൊക്കെ മസാലയൊക്കെ പുരട്ടി വെക്കുന്ന സമയത്താണ് നമ്മുടെ മോളും ഐറൂസൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ
വന്നപ്പോൾ തന്നെ ഐറിസ് ഉറങ്ങിയിട്ടാണ് ഉറക്കത്തു നിന്നാണ് വന്നത്. അപ്പോൾ കൊണ്ടുപോയി കിടത്തിയപ്പോൾ പിന്നെ അപ്പം തന്നെ എഴുന്നേറ്റ് വന്നിട്ട് പിന്നെ പനി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു 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 ഓക്കെ അല്ല കേട്ടോ. ഇനി മൊത്തത്തിൽ അലമ്പായിരുന്നു. ഒരു കരച്ചിലും പിച്ചിലും പനിയാകുമ്പോൾ അറിയാമല്ലോ ക്ഷീണമൊക്കെ ഉണ്ടാവില്ലേ. അപ്പം ആ ഒരു അവസ്ഥയിലായതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ. കാരണം നമ്മൾ ഐറിസ് പനിച്ച് വരുമ്പോൾ നമ്മൾ പിന്നെ വീഡിയോ എടുക്കാൻ പറ്റുമോ? ഞാൻ മൊത്തത്തിലുള്ള സമയം മുഴുവൻ അവൻ അങ്ങോട്ട് കൊടുത്തു. എടുത്ത് നടക്കുക, ഫുഡ് കൊടുക്കുക, പാല് കൊടുക്കുക, മരുന്ന് കൊടുക്കുക, ഇങ്ങനെയുള്ള ഡ്യൂട്ടീസുകളൊക്കെ ആയിട്ട് നിന്നു കേട്ടോ. അപ്പോഴാണ് പിന്നെ ഇതുമ്മു വന്നത്. ഇതും വന്നപ്പോൾ പിന്നെ അവൻ്റെ കുറച്ച് ക്ഷീണമൊക്കെ മാറി, കരച്ചിലൊക്കെ മാറി, ഓക്കെ ആയി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഇവിടെ വന്നേക്ക് തന്നെ ഡോക്ടർ കാണിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കാണിച്ചു പോകുന്നത് മരുന്നൊക്കെ വാങ്ങി വന്നതുകൊണ്ട് തന്നെ വേഗം ഞാൻ മരുന്നൊക്കെ കൊടുത്ത് അവനെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ വരുന്നത് എന്നെ കാണാത്തതുകൊണ്ട് ആ സമയം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതായാലും ഓക്കെ ആയി ഇങ്ങനെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ ഇതുമ്പോൾ വന്നു, ഫുഡൊക്കെ കഴിച്ച് ഓള് പോയി. ഓള് പോകുമ്പോൾ പിന്നെ ഐറിസ് ഭയങ്കര കരച്ചിലായിരുന്നിട്ട് പിന്നെ ഓനെ ഞാനിതാ കുറേ റെഡിയാക്കിയെടുത്ത് ഉറങ്ങാൻ പറഞ്ഞിട്ട് അവൻ കേൾക്കണേ അല്ല കേട്ടോ. എത്ര പിടിച്ചൊക്കെ ഉറക്കാൻ നോക്കിയിട്ട് ഉറങ്ങണില്ല. പിന്നെ കളിച്ച് നടക്കുക എന്നുള്ളതാണ് പരിപാടി. അപ്പോൾ അധികം കണ്ട് ഓടിച്ചാടി പനിയല്ലേ, അപ്പോൾ അധികം കണ്ട് ഓടിച്ചാടി കളിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഫോൺ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അവൻ്റെ ഒരു ഇഷ്ടമുള്ള ബേബി ടോയ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ എന്താ ഇവിടെ വിഞ്ഞ രൂപത്തിൽ ഇങ്ങനെ ഞാൻ ഇരിക്കുന്നുണ്ട്. പിന്നെ ആ ചായ കുടിച്ചതിന് ശേഷം പിന്നെ ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കഴിച്ചതും കറക്റ്റായിട്ട് അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ. കുറേ ഉച്ച വരെ ഞാൻ ഓരോന്ന് കഴിക്കുന്നുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഫ്രൂട്ട്സുകൾ തന്നെയാണ് കാര്യമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വൈകുന്നേരം മോളുവിന് ചായ അല്ല, മോളുവിന് കോഫി മതിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ മോളൊരു കോഫി ഉണ്ടാക്കിയപ്പോൾ ഞാനൊരു ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെ ഫുഡിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും ഇന്ന് എടുത്തിട്ടില്ല. നമുക്ക് ഇന്ന് എന്താ പരിപാടി? ഇന്ന് ഐറൂസ് സുഖമില്ലാതെ വന്നതല്ലേ. അപ്പോൾ നമുക്ക് ഐറൂസിനെ നോക്കണ്ടേ. മക്കളങ്ങനെ വയ്യാതെ വരുമ്പോൾ നമ്മൾ അതിലേക്കല്ലേ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇനി ഞാൻ ഇടനേരം ഒരു 4 മണി ആ ഒരു ടൈമിൽ ഒരു പേരക്ക എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കൂടെ എൻ്റെ ഐറൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഓനിങ്ങനെ പകുതി കടിച്ച് തുപ്പുക, പകുതി കടിച്ച് തുപ്പുക, ഇതാണ് അവൻ്റെ പരിപാടി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കടിച്ച് തുപ്പുന്നുണ്ട്. പിന്നെ പ്ലേറ്റ് പുഴിയുമ്പോൾ ഓന് കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മെല്ലെ ഓനങ്ങനെ വിളിച്ചപ്പോൾ കുറച്ച് പേരക്ക ഇന്നുണ്ട് എടുത്ത് ഒന്ന് മാത്രം അതിൽ വെച്ചിട്ട് എടുത്തിട്ടോ. അങ്ങനെ ആ ഒരു പേരക്ക കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പം മരുന്നൊക്കെ കൊടുത്ത് കഞ്ഞിയൊക്കെ കൊടുത്തപ്പോൾ അവന് ഡ്രസ്സൊക്കെ മാറി വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. മോളാണെങ്കിൽ വന്നപാടെ ഇന്നലെ അവന് പനി ആയതുകൊണ്ട് തന്നെ ഐറൂസ് തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മോള് വന്നപാടെ ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ ഞാനും ഐറൂസും ഉള്ള കുതിരളി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ഇന്ന് വീഡിയോ ഒക്കെ ഒരു ലോക്കായിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ എഗ് ഡയറ്റിൻ്റെ ബാക്കി കാര്യങ്ങൾ നമ്മൾ അറിയിക്കണമല്ലോ. അപ്പോൾ മോളവിടെ കിടക്കുന്നുണ്ട്, ഞാൻ ഐറൂസ് ഇങ്ങനെ തകൃതിയായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കെട്ടിയവനും വന്നപ്പോൾ പിന്നെ കുറച്ച് നേരം പിന്നെ അവന് ഇപ്പച്ചിൻ്റെ കൂടെ കളിക്കലും ഒക്കെ ആയി. ഇതുമൂന്ന് പിന്നെ ട്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് ഓള് വേഗം ഒരു 5:30 ആയപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്ന് ഒരു 5:30 ടൈമിൽ ആ സമയത്തൊക്കെ പോയിട്ടോ. അപ്പോൾ അതിന് മോളൂന് ഇന്ന് പോവും വേണം. കാരണം ഇന്നൊരു റിലാക്സിന് വേണ്ടിയിട്ട് ഇന്നലെ രാത്രിയൊക്കെ പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര കരച്ചിലും പിച്ചിലൊക്കെ ആയതുകൊണ്ട് ഓക്കൊക്കെ കൂടെ ടെൻഷനൊക്കെ ആയതുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ ഓക്ക് ഇന്ന് പോകണം. അപ്പോൾ ഇതുമോ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഓളെ കൊണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. മോളുവിൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര എന്തോ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അവിടെ. പിന്നെ ബിസി ആയതുകൊണ്ട് തന്നെ ഇന്ന് കൊണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ കൊണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഐറൂസിന് പിന്നെ കഞ്ഞിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു മത്തനൊക്കെ ഇട്ടിട്ട്. അപ്പോൾ കഞ്ഞിയൊക്കെ കൊടുത്ത് അവന് ഫ്രഷാക്കി സുന്ദരകുട്ടപ്പനാക്കി ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളൊരു 10 മണിയോട് കൂടി കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം ഏകദേശം ഒരു മണിക്കൂർ യാത്ര ഉണ്ട്. അപ്പോൾ കൊണ്ടാക്കി പോരുക എന്നൊക്കെ ഉള്ളതാണ് കേട്ടോ. ഡ്രസ്സൊക്കെ മാറ്റി കുട്ടപ്പനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോകണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിലിരിക്കേണ്ട, ഇതും എന്തായാലും ഇറങ്ങും. അപ്പോൾ പിന്നെ ഞാൻ മാത്രം വീട്ടിലിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ വണ്ടിയിൽ കയറിയ ഉടനെ തന്നെ ഐറൂസ് അങ്ങോട്ട് ഉറങ്ങി ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടെ എത്തി. മോള് പോവാണ്. അപ്പോൾ ഞാൻ പിന്നെ വല്ലാണ്ട് വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, ഇത്രയൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫുഡ് പിന്നെ ഞാൻ പിന്നെ മുട്ടയും കാര്യങ്ങളൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ തന്നെയാണ് കൂടുതൽ കഴിച്ചിട്ടുള്ളത്. വൈകുന്നേരം ഞാൻ വീണ്ടും മോളൂന് ചായ ഉണ്ടാക്കിയത് കോഫി ഉണ്ടാക്കിയെടുത്തപ്പോൾ ചായ കുടിച്ചു. അതിലേക്ക് കുറച്ച് ബദാമും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിച്ച്. അപ്പോൾ അങ്ങനെ കൂടുതൽ അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയുള്ളൂ. അപ്പോൾ നാളത്തെ വെയിറ്റൊക്കെ നോക്കിയിട്ട് നാളെ കാണാം. ബൈ ബൈ.